കണ്ണൂരിലെ RSS നേതാവ് സി സദാനന്ദനെ വിശിഷ്ട വ്യക്തിത്വമാക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് കണ്ണൂരിനെ അശാന്തമാക്കാൻ നേതൃത്വം കൊടുത്ത സ്വയം സേവകൻ സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിൽ മാധ്യമങ്ങളും ആഹ്ലാദിച്ചു തുടങ്ങിയിരിക്കുന്നു. ലതാ മങ്കേഷ്കറും സച്ചിൻ ടെണ്ടുൽക്കറും അടക്കമുള്ളവർ പരിഗണിക്കപ്പെട്ട സ്ഥാനത്തേക്കാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് എത്തുന്നത്. രാജ്യസഭാ നാമനിർദ്ദേശത്തിൽ രാഷ്ട്രീയ താൽപര്യം കലരുന്നത് മുൻപും ചർച്ചയായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊന്നും കേട്ടിട്ടില്ല. ഏതു രംഗത്തെ പ്രതിഭയാണ് ഈ മനുഷ്യൻ എന്ന ചോദ്യത്തിന് നീണ്ട മൗനമാണ് BJP RSS ക്യാമ്പിൽ നിന്നുള്ള ഉത്തരം. ചെറിയ തോതിൽ പ്രശ്നങ്ങൾ വിവിധ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണഘടനാ വ്യവസ്ഥ ദുരുപയോഗിച്ച് ഇത്രയും നഗ്നമായ രാഷ്ട്രീയ കളി ആരംഭിച്ചത് മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ വന്ന ശേഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പട്ടിക പരിശോധിച്ചാൽ ഇക്കാര്യം വേഗത്തിൽ ബോധ്യമാവും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ 1952 നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മുതൽ ഇന്നേ വരെ 149 പേർ ഇത്തരത്തിൽ രാജ്യസഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. ശാസ്ത്രജ്ഞരായിരുന്ന MS സ്വാമിനാഥൻ, K കസ്തൂരിരംഗൻ, രാജാരാമണ്ണ, സത്യേന്ദ്രനാഥ് ബോസ്, ബദരീനാഥ് പ്രസാദ്, സാലിം അലി, കലാ സാഹിത്യ പ്രതിഭകളായിരുന്ന ലതാ മങ്കേഷ്കർ, G ശങ്കരക്കുറുപ്പ്, നർഗീസ്, RK നാരായൺ, വൈജയന്തിമാല, മൃണാൾ സെൻ, ശ്യാം ബെനഗൽ, MF ഹുസൈൻ, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരും നിയമപണ്ഡിതരും ചരിത്രകാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. 2014 ശേഷം നാമനിർദ്ദേശ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർത്തുവെങ്കിലും 2022 ജമ്മു കാശ്മീരിലെ BJP നേതാവ് ഗുലാം അലി ഖട്ടാനയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് കൂടുതൽ വിനാശകരമായ നീക്കങ്ങളുടെ തുടക്കത്തിനായിരുന്നു എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. അതേസമയം വിഷയത്തിൽ കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്താനുള്ള ധൈര്യം പോലും കാണിക്കാതിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS എന്നോ BJP എന്നോ ഒരു വാക്ക് പോലും പറയാതെ വളരെ സുരക്ഷിതമായി ഒഴിഞ്ഞു മാറാനായിരുന്നു സതീശന് താല്പര്യം. നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരത്തെ BJP വികൃതമാക്കി എന്ന് മാത്രമായിരുന്നു സതീശന്റെ മഹത്വചനങ്ങൾ. സംഘപരിവാർ ഭീഷണിക്കെതിരെ ഇടതുപക്ഷം ശക്തമായി പൊരുതുമ്പോൾ ഏതെങ്കിലും വിധേന 4 സ്ഥാനം ഒപ്പിച്ചെടുക്കുക എന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് ഇപ്പോഴും സതീശനെ നയിക്കുന്നത് എന്നും ഇവിടെ പകൽ പോലെ വ്യക്തമായി. ഇതിനിടെയാണ് സി സദാനന്ദന്റെ നേതൃത്വത്തിൽ RSS നടത്തിയ കൊടും ക്രൂരതയുടെ നടുക്കുന്ന ഓർമ്മ 32 വർഷത്തിനു ശേഷവും പെരിഞ്ചേരിയിലെ PM ജനാർദ്ദനന്റെ മനസ്സിൽ വ്യക്തമായി തെളിയുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ബന്ധുക്കളാണ്. വല്യമ്മാവൻ്റെ മകൻ്റെ മകനാണ് സദാനന്ദൻ. അനുവാദമില്ലാതെ ബാലഗോകുലം ഘോഷയാത്രയ്ക്ക് മക്കളെ കൊണ്ടുപോയത് ചോദ്യം ചെയ്തു. എന്നോട് ചോദിക്കാതെ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോയ മക്കളെ വീട്ടിലെത്തിക്കാതെ സ്കൂൾ മുറ്റത്ത് ഇറക്കി വിട്ടു. രാത്രിയായിട്ടും കുട്ടികൾ തിരിച്ചെത്തിയില്ല. ഒടുവിൽ സ്കൂൾ പരിസരത്തു നിന്നാണ് കുട്ടികളെ കിട്ടിയത്. നീ ഒരു മാഷല്ലേടാ, നീ ചെയ്യേണ്ട പണിയാണോ ഇത് എന്ന് പരസ്യമായി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്, ജനാർദ്ദനൻ പറയുന്നു. സംഘപരിവാറിന്റെ നിഷ്ഠൂര ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരും അംഗഭംഗം വന്ന് ജീവച്ഛവമായവരും നൂറുകണക്കിന് പേരാണ്. ബാലികയായിരിക്കെ RSS ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂരിലെ അസ്ന നമ്മുടെ കൺമുന്നിലുണ്ട്. RSSന്റെ സങ്കുചിത പിന്തിരിപ്പൻ അജണ്ടകളെ വിമർശിക്കാൻ ധൈര്യം കാട്ടാത്ത മാധ്യമങ്ങൾ BJPയുടെ ഹീനമായ രാഷ്ട്രീയ പദ്ധതിയെ വാഴ്ത്തുകയാണ് ഇപ്പോൾ സദാനന്ദനെയും.